ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർക്കെ വിഷൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കാത്തവരെ ആരുമില്ല. എന്നാൽ പലപ്പോഴും നമ്മൾ വഴിയിൽ തളർന്നു പോകാറുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് വഴികാട്ടി പ്രചോദനവുമാകാൻ സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളുള്ള മികച്ച മറ്റൊന്നുമില്ല. ഭാരതത്തിൻ്റെ ഈ മഹാനായ പുത്രൻ ഓരോ വ്യക്തിക്കും അവരുടെ ഉള്ളിലെ ശക്തി തിരിച്ചറിയാൻ പ്രേരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വെറും ഉപദേശങ്ങളായിരുന്നില്ല, ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള ശക്തികളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മഹത് വചനമാണ് ഉണരൂ, എഴുന്നേൽക്കൂ, ലക്ഷ്യം നേടും വരെ നിർത്തരുത്. ഇതാണ് വിവേകാനന്ദന്റെ ഏറ്റവും പ്രശസ്തമായ വചനം. ഇത് വെറുമൊരു വാചകമല്ല, ജീവിതത്തിലേക്കുള്ള ഒരു ആഹ്വാനമാണ്. എന്താണ് ഇതിനർത്ഥം? ഉണരൂ, അതായത് അജ്ഞതയുടെയും മയക്കത്തിൻ്റെയും അവസ്ഥയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുക. നിങ്ങളുടെ സാധ്യതകളെക്കുറിച്ചും കഴിവുകളെക്കുറിച്ചും ബോധവാന്മാരാകുക. എഴുന്നേൽക്കൂ, സ്വപ്നങ്ങൾ കണ്ടിരിക്കാതെ പ്രവർത്തിക്കാൻ തുടങ്ങുക. മടി ഉപേക്ഷിച്ച് കർമ്മനിരതരാകുക. ലക്ഷ്യം നേടും വരെ നിർത്തരുത്. ഒരു ലക്ഷ്യം വെച്ചു കഴിഞ്ഞാൽ അതിനായി കഠിന അധ്വാനം ചെയ്യുക. എത്ര പ്രതിസന്ധികൾ വന്നിരുന്നാലും തളരാതെ മുന്നോട്ട് പോവുക. വിജയം നേടും വരെ ശ്രമം തുടരുക. ഈ മഹത് വചനങ്ങൾ ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാൻ നോക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമായി നിർവചിക്കുക. അത് ഒരു ജോലിയാവാം, ബിസിനസ് ആവാം, അല്ലെങ്കിൽ ഒരു നല്ല വ്യക്തിയാകണം എന്നതുള്ളാവാം. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ചെറിയ ചുവടുകൾ വെച്ച് തുടങ്ങുക. ഓരോ ദിവസവും അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക. തടസ്സങ്ങളെ, തോൽവികളെ കാണാതെ പഠിക്കാനുള്ള അവസരങ്ങളെ കാണുക. വീണ്ടും വീണ്ടും ശ്രമിക്കുക. അദ്ദേഹത്തിൻ്റെ മറ്റൊരു വചനമാണ് നിങ്ങളിൽ വിശ്വസിക്കൂ, നിങ്ങളുടെ ശക്തിയിൽ വിശ്വസിക്കൂ. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഇതൊരു ആത്മവിശ്വാസത്തിൻ്റെ സന്ദേശമാണ്. പലപ്പോഴും നമ്മൾ പുറത്ത് എവിടെയാണ് നമ്മുടെ വിജയമെന്ന് കരുതുന്നു. എന്താണ് ഇതിനർത്ഥമെന്ന് നോക്കാം. നിങ്ങളുടെ ഉള്ളിൽ അപാരമായ ശക്തിയും കഴിവുകളും ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് സ്വയം ചെറുതാകാതിരിക്കുക. ഓരോ വ്യക്തിയും അതുല്യരാണ്. സ്വന്തം കഴിവിൽ വിശ്വാസമർപ്പിക്കുക. നിങ്ങൾക്ക് എന്തും നേടാൻ സാധിക്കുമെന്ന് സ്വയം ബോധ്യപ്പെടുത്തുക. ഇത് എങ്ങനെ ജീവിതത്തിൽ പ്രയോഗിക്കുമെന്ന് നോക്കാം. നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക. ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുന്നത് നന്നായിരിക്കും. നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുക, മാറ്റി നിർത്തുക. വിവേകാനന്ദൻ ഇതൊരു തീവ്രമായ അർപ്പണബോധത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾ ഒരു ലക്ഷ്യം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൽ പൂർണ്ണമായും അർപ്പണം ചെയ്യുക. നിങ്ങളുടെ ഓരോ ചിന്തയിലും പ്രവൃത്തിയിലും ആ ലക്ഷ്യം നിറഞ്ഞു നിൽക്കണം. ശ്രദ്ധ വ്യതിചലിക്കുന്ന കാര്യങ്ങളെ ഒഴിവാക്കുക. നിങ്ങളുടെ ഊർജവും സമയവും ലക്ഷ്യത്തിനായി മാത്രം വിനിയോഗിക്കുക. ഒരേ സമയം ഒരു പ്രധാന ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ദിവസവും ചിന്തിക്കുകയും ദൃശ്യവൽക്കരിക്കുകയും ചെയ്യുക. ലക്ഷ്യത്തിന് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്കായി സമയം കളയുന്നത് ഒഴിവാക്കുക. അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുക. സ്വാമി വിവേകാനന്ദൻ്റെ മറ്റൊരു വചനമാണ് ഒരു ആശയം എടുക്കുക, ആ ആശയത്തെ നിങ്ങളുടെ ജീവിതമാക്കുക. അതിനെക്കുറിച്ച് ചിന്തിക്കുക, സ്വപ്നം കാണുക, ആ ആശയത്തിൽ ജീവിക്കുക. നിങ്ങളുടെ പേശികളും നരമ്പുകളും തലച്ചോറുമെല്ലാം ആ ആശയത്തിൽ നിറയട്ടെ. മറ്റെല്ലാ ആശയങ്ങളെയും മാറ്റി നിർത്തുക. ഇതാണ് വിജയത്തിലേക്കുള്ള വഴി. ഓർക്കുക, സ്വാമി വിവേകാനന്ദൻ്റെ ഈ വാക്കുകൾ കേൾക്കാൻ മാത്രമുള്ളതല്ല, അവ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലെ അനന്തമായ ശക്തിയെ തിരിച്ചറിഞ്ഞ് ഈ വാക്കുകളെ വഴികാട്ടിയാക്കി മുന്നോട്ട് പോകുക. അങ്ങനെയാണെങ്കിൽ വിജയം നിങ്ങളുടേതായിരിക്കും. ആ ദിവസം നിങ്ങളുടേതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.